ഹായ്. ഈ വീഡിയോയിൽ നമ്മൾ ജോയിന്റ് പി എം എഫും മാർജിനൽ പി എം എഫും റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നോക്കാനായിട്ട് പോകുന്നത്. സോ ക്വസ്റ്റൻ എന്ന് പറയുന്നത് എ ബാഗ് കണ്ടെയ്ൻസ് 3 റെഡ് ബോൾസ് ആൻഡ് 2 ബ്ലൂ ബോൾസ്. ഒരു ബാഗിൽ 3 റെഡ് കളർ ബോൾസും 2 ബ്ലൂ കളർ ബോൾസും ആണുള്ളത്. അതിൽ നിന്ന് നമ്മൾ 2 ബോൾസ് ചൂസ് ചെയ്യാണ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. ഇഫ് എക്സ് എന്ന് പറയുന്നതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് നമ്പർ ഓഫ് റെഡ് ബോൾസ് ആയിട്ടും വൈ എന്ന് പറയുന്നതിനെ ഡിഫൈൻ ചെയ്യുന്നത് നമ്പർ ഓഫ് ബ്ലൂ ബോൾസും ആയിട്ടാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് എക്സിന്റെയും വൈയുടെയും ജോയിന്റ് പി എം എഫും അതുപോലെ അവരുടെ മാർജിനൽ പി എം എഫും ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് റെഡ് ബോൾസും വൈ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബ്ലൂ ബോൾസും ആണെന്ന് നമുക്ക് എഴുതാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് വേണ്ടുന്നത് എന്താണ്? ജോയിന്റ് പി എം എഫ് ആണ്. സോ അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ പോസിബിൾ ആയിട്ടുള്ള എക്സ് വൈ പെയർസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് മൊത്തം ഇവിടെ 3 റെഡ് ബോൾസ് ഉണ്ട്, 2 ബ്ലൂ ബോൾസ് ആണ് ഉള്ളത്. ഇതിൽ നിന്ന് നമ്മൾ എത്ര ബോൾസ് ആണ് ചൂസ് ചെയ്യുന്നത്? 2 ബോൾസ് മതി നമുക്ക്. അപ്പോ ഇവിടെ 2 ബോൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അത് ഒന്നുകിൽ എന്താവാം, രണ്ടും എന്താവാം, റെഡ് ബോൾസ് ആവാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു റെഡും ഒരു ബ്ലൂ ബോളും ആവാം. അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടും എന്താവാം, ബ്ലൂ ബോൾസ് ആവാം. സോ ഇവിടെ 3 കേസസ് ആണ് വരുന്നത്. സോ ആദ്യത്തെ കേസിൽ അതായത് രണ്ടും റെഡ് ബോൾസ് ആണെന്ന് പറഞ്ഞാൽ അവിടുത്തെ നമ്മുടെ എക്സ് വൈ പെയർ എന്ന് പറയുന്നത് എന്താ വരിക? 2 0. അതായത് നമ്പർ ഓഫ് റെഡ് ബോൾസ് ആണ് നമ്മൾ എക്സ് എന്ന് ഡിനോട്ട് ചെയ്തത്. അതുകൊണ്ടാണ് എക്സിന്റെ വാല്യൂ 2ഉം വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 0 ആയത്. അതുപോലെ അടുത്ത കേസിൽ ഒരു റെഡും ഒരു ബ്ലൂ ബോളും ആണ് വരുന്നതെങ്കിൽ അവിടുത്തെ നമ്മുടെ എക്സ് വൈ പെയർ എന്താണ് വരിക? 1 1 എന്ന് വരും. അതുപോലെ 2 ബ്ലൂ ബോൾസ് ആണെങ്കിലോ അവിടെ റെഡ് ബോൾസ് 0 ആണ്. സോ എക്സിന്റെ വാല്യൂ 0 ആണ്. നമ്പർ ഓഫ് ബ്ലൂ ബോൾസ് എന്ന് പറയുന്നത് വൈ ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്തത്. സോ അവിടുത്തെ വൈ വാല്യൂ 2 ആണ്. സോ 3 പെയർസ് ആണ് ഇവിടെ നമുക്ക് വരുന്നത്. ഏതൊക്കെയാണ്? 2 0 1 1 ആൻഡ് 0 2. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് നമുക്ക് എത്രയാണെന്ന് നോക്കാം. ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ ഇവിടെ ടോട്ടൽ എത്ര ബോൾസ് ആണുള്ളത്? 3 റെഡും 2 ബ്ലൂ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ടോട്ടൽ എത്ര ബോൾസ് ആണുള്ളത്? 5 ബോൾസ് ഉണ്ട്. 5 ബോൾസിൽ നിന്നും നമുക്ക് വേണ്ടത് 2 ബോൾസ് ആണ്. അതായത് 5C2 ആണ് ഇവിടുത്തെ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത്. സോ 5C2 എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 5 ഫാക്ടോറിയൽ ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 5 മൈനസ് 2 ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ നമുക്ക് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 5C2ന്റെ വാല്യൂ 10 എന്നാണ് കിട്ടുക. ഇനി നമുക്ക് ആദ്യത്തെ പാർട്ട് നോക്കാം. അതായത് നമ്മുടെ ജോയിന്റ് പി എം എഫ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്രയുണ്ടെന്ന് ആദ്യമേ എഴുതി വെച്ചു. അതുപോലെ പോസിബിൾ ആയിട്ടുള്ള പെയർസ് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് ജോയിന്റ് പി എം എഫ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് എക്സിന്റെയും വൈയുടെയും വാല്യൂസ് വേണം അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞ പോസിബിൾ പെയർസ് ഏതൊക്കെയായിരുന്നു? 2 0 ഉണ്ടായിരുന്നു, 1 1 ഉണ്ടായിരുന്നു, അതുപോലെ 0 2 ഉണ്ടായിരുന്നു. അപ്പൊ ഇത് എന്തിനാ നമ്മൾ കണ്ടുപിടിച്ചതെന്ന് അറിയാമോ? ഇവിടെ എക്സും വൈയും എടുക്കുന്ന വാല്യൂസ് അറിയാൻ വേണ്ടിയിട്ടാ. സോ ഇവിടെ നോക്കിയാൽ എക്സ് എടുക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 2 ഉണ്ട്, 1 ഉണ്ട്, 0 ഉണ്ട്. സോ എക്സിന്റെ വാല്യൂസിനെ ഞാൻ 0 1 2 എന്ന് എഴുതുകയാണ്. അതുപോലെ വൈ വാല്യൂസും ഏത് തന്നെയാണ്? 0 1 ആൻഡ് 2. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മുടെ പോസിബിൾ പെയർസ് ഏതൊക്കെയായിരുന്നു? 2 0 ഉണ്ട്. 2 0 എന്ന് പറയുമ്പോൾ ഈ ബോക്സ് ആണ് വരിക. അടുത്ത 1 1 ആണ്. 1 1 എന്ന് പറയുമ്പോൾ ഈ ബോക്സ് വരും. 0 2 എന്ന് പറയുമ്പോൾ ഈ ബോക്സ് വരും. സോ ഈ 3 ബോക്സസിൽ മാത്രമേ ജോയിന്റ് പ്രോബബിലിറ്റീസിന്റെ വാല്യൂസ് ഉണ്ടാവുകയുള്ളൂ. ബാക്കി എല്ലായിടത്തും എന്തായിരിക്കും വരിക? പ്രോബബിലിറ്റി 0 ആയിരിക്കും. കാരണം ആ പെയർസ് ഒന്നും എന്തല്ല, ഇവിടെ പോസിബിൾ അല്ല. പി ഓഫ് 2 0 വേണം, പി ഓഫ് 1 1 വേണം, പി ഓഫ് 0 2 വേണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. പി ഓഫ് ആദ്യം നമുക്ക് 0 2 കണ്ടുപിടിക്കാം. അപ്പോ ഇവിടെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0യും വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. അതായത് ഇവിടെ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് രണ്ടും എന്താ? ബ്ലൂ ബോൾസ് ആണെന്നാണ് അർത്ഥം. അപ്പൊ നമ്മുടെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് മൊത്തം എത്ര ബ്ലൂ ബോൾസ് ആണ് ഉള്ളത്? 2 എണ്ണമാണ് ഉള്ളത്. അതിൽ നിന്ന് നമ്മൾ എത്ര എണ്ണം ചൂസ് ചെയ്തു? 2 എണ്ണം തന്നെയാണ് ചൂസ് ചെയ്തത്. അതായത് ഇവിടുത്തെ നമ്മുടെ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 2C2 ആണ്. 2 ബ്ലൂ ബോൾസ് ആണ് ഉള്ളത്. അതിൽ നിന്ന് 2 എണ്ണം നമ്മൾ ചൂസ് ചെയ്തു. സോ ദ ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 5C2 ആണെന്ന്. സോ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1/10 ആണ്. സോ അതിനെ നമുക്ക് പി ഓഫ് 0 2ന്റെ കോളത്തിൽ 1/10 എന്ന് എഴുതാം. ഇതുപോലെ നമുക്ക് അടുത്ത വാല്യൂ പി ഓഫ് 1 1 കണ്ടുപിടിക്കാം. പി ഓഫ് 1 1 എന്ന് പറയുമ്പോൾ ഇവിടെ എക്സിന്റെ വാല്യൂ 1 ആണ്, വൈയുടെ വാല്യൂ 1 ആണ്. അതായത് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഒരെണ്ണം റെഡ് ബോളും ഒരെണ്ണം ബ്ലൂ ബോളും ആണ്. സോ നമ്മൾ റെഡ് ബോൾസ് എന്ന് പറയുന്നത് ഇവിടെ ടോട്ടൽ 3 എണ്ണം ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് എത്ര റെഡ് ബോൾസ് നമ്മൾ ചൂസ് ചെയ്തത്? ഒരെണ്ണം. അപ്പോൾ അവിടുത്തെ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 3C1. അതായത് 3 എന്ന് പറയുന്നത് ടോട്ടൽ എത്ര റെഡ് ബോൾസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ 1 എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്ത
1 റെഡ് ബോൾ ആണ് ഉദ്ദേശിക്കുന്നത്. സോ 3C1 ഇൻറ്റു ബ്ലൂ ബോൾസ് ടോട്ടൽ എത്ര എണ്ണം ഉള്ളത്? 2 ബ്ലൂ ബോൾസ് ആണ് ഉള്ളത്. അതിൽ നമ്മൾ ഒരെണ്ണമാണ് ചൂസ് ചെയ്യുന്നത്. സോ അവിടെ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 2C1 എന്ന് വരും. ദ ഹോൾ ഡിവൈഡഡ് ബൈ 5C2. സോ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 6/10 എന്നാണ്. അതിനെ നമുക്ക് ഇവിടെ എഴുതാം. P of 11ന്റെ ബോക്സ് ഇതാണ്. സോ 6/10 എന്ന് എഴുതാം. ഇനി നമുക്ക് ഏതും കൂടെ വേണം? P of 20യും കൂടെ വേണം. ഇപ്പോൾ P of 20 എന്ന് പറയുമ്പോൾ ഇവിടെ എക്സിന്റെ വാല്യൂ ആണ് 2, വൈയുടെ വാല്യൂ 0 ആണ്. അതായത് ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത് രണ്ടും റെഡ് ബോൾസ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 3 റെഡ് ബോൾസ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് നമ്മൾ 2 എണ്ണം ചൂസ് ചെയ്യുന്നു. അതായത് 3C2 എന്നാണ് വരിക. ദ ഹോൾ ഡിവൈഡഡ് ബൈ 5C2. സോ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 3/10 എന്നാണ്. സോ അതിനെ നമുക്ക് നമ്മുടെ ജോയിന്റ് PMF ടേബിളിൽ എഴുതാം. അപ്പോൾ ഈ 3 പെയേഴ്സ് 20, 11, 02 ഈ 3 പെയേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജോയിന്റ് പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. ബാക്കി എല്ലാ പെയേഴ്സിനും ജോയിന്റ് പ്രോബബിലിറ്റി 0 ഇട്ടു. ഇതാണ് നമ്മുടെ ജോയിന്റ് PMF ടേബിൾ എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? മാർജിനൽ PMF ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് മാർജിനൽ PMF ഓഫ് എക്സ് കണ്ടുപിടിക്കാം. മാർജിനൽ PMF ഓഫ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് എടുക്കുന്ന വാല്യൂസ് ഇവിടെ 0, 1, 2 ആണ്. സോ നമുക്ക് ആദ്യം Px ഓഫ് 0 കണ്ടുപിടിക്കാം. അതായത് x ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരുന്നത്. സോ ഇവിടെയുള്ള വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പൊ 0 + 0 + 1/10. അതായത് ഇവിടെ ഏത് വാല്യൂ മാത്രമേ വരുന്നുള്ളൂ? 1/10 എന്നുള്ള വാല്യൂ മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം 0 ആണ്. അതായത് P ഓഫ് 0, 2 മാത്രമേ അവിടെ വരുന്നുള്ളൂ, വിച്ച് ഈസ് ഈക്വൽ ടു 1/10. ഇനി നമുക്ക് അടുത്തത് ഏതാണ് പ്രോബബിലിറ്റി വേണ്ടത്? Px ഓഫ് 1 വേണം. അതായത് x ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്. സോ ഇവിടുത്തെ പ്രോബബിലിറ്റീസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 0 + 6/10 + 0. അതായത് ഇവിടെ 6/10 മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അത് ഏത് പ്രോബബിലിറ്റി ആണ്? P ഓഫ് 1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 6/10 എന്ന് എഴുതാം. അതുപോലെ Px ഓഫ് 2 എന്ന് പറയുമ്പോൾ x ഈക്വൽ ടു 2 ഇവിടെയാണ് വരുന്നത്. സോ പ്രോബബിലിറ്റീസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഏത് മാത്രമേ വരുന്നുള്ളൂ? 3/10 മാത്രമേ വരുന്നുള്ളൂ, വിച്ച് ഈസ് പ്രോബബിലിറ്റി ഓഫ് 2, 0. ഇതിനെ നമ്മൾ 3/10 എന്ന് എഴുതി. സോ നമ്മുടെ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർജിനൽ പ്രോബബിലിറ്റീസ് എല്ലാം കിട്ടി. ഇതിനെ നമുക്ക് ടേബിൾ ആയിട്ടും കൂടി എഴുതാം. അപ്പോൾ മാർജിനൽ PMF ഓഫ് എക്സിന്റെ ടേബിൾ നമ്മൾ ഫസ്റ്റ് എക്സ് എഴുതുക. വാല്യൂസ് എന്ന് പറയുന്നത് 1, 0, 2 ആണ്. മാർജിനൽ പ്രോബബിലിറ്റീസ് എന്ന് പറയുന്നത് 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയത് 1/10 ആണ്. 1ന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയത് 6/10 ആണ്. 2ന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയത് 3/10 ആണ്. സോ ഇതാണ് നമ്മുടെ മാർജിനൽ PMF ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്കിനി മാർജിനൽ PMF ഓഫ് വൈയും കൂടി കണ്ടുപിടിക്കാം. അപ്പോൾ മാർജിനൽ PMF ഓഫ് വൈ കണ്ടുപിടിക്കണമെങ്കിൽ വൈ എടുക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 0, 1, 2 ആണ്. അപ്പോൾ ആദ്യം നമുക്ക് Py ഓഫ് 0 നോക്കാം. y ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. സോ ഇതിന് താഴേക്കുള്ള വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ 0 + 0 + 3/10. അതായത് ഇവിടെ വരുന്ന പ്രോബബിലിറ്റി ഏത് മാത്രമേ ഉള്ളൂ? 3/10 മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഏത് ജോയിന്റ് പ്രോബബിലിറ്റി അത്? P ഓഫ് 20 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 3/10 എന്ന് നമുക്ക് എഴുതാം. ഇതുപോലെ Py ഓഫ് 1 നമുക്ക് കണ്ടുപിടിക്കണം. y ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. സോ ഇവിടുത്തെ വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 6/10 മാത്രമേ വരുന്നുള്ളൂ, വിച്ച് ഈസ് പ്രോബബിലിറ്റി ഓഫ് 1, 1. അതിനെ നമുക്ക് 6/10 എന്ന് എഴുതാം. അതുപോലെ Py ഓഫ് 2 കൂടി വേണം. Py ഓഫ് 2 എന്ന് പറയുമ്പോൾ y ഈസ് ഈക്വൽ ടു 2 ദേ ഇവിടെയാണ് വരുന്നത്. സോ അതിന് താഴേക്കുള്ള പ്രോബബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ദേ 1/10 മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം എന്താണ്? 0 ആണ്. സോ 1/10 വരുന്നത് ഏത് ജോയിന്റ് പ്രോബബിലിറ്റിയെ കറസ്പോണ്ടിങ് ആയിട്ടാ? P ഓഫ് 0, 2 ആണ്. സോ അതിനെ നമുക്ക് 1/10 എന്ന് എഴുതാം. സോ വൈയുടെ എല്ലാ മാർജിനൽ പ്രോബബിലിറ്റീസും കിട്ടി. അതിനെ നമുക്ക് ടേബിൾ ആക്കി എഴുതാം. അപ്പോൾ മാർജിനൽ PMF ഓഫ് വൈ എന്ന് പറയുന്നത് വൈയുടെ വാല്യൂസ് 0, 1, 2 എന്ന് നമ്മൾ എഴുതി. അതുപോലെ അവരുടെ മാർജിനൽ പ്രോബബിലിറ്റീസ് Py ഓഫ് സ്മോൾ y 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയത് 3/10 ആണ്. 1ന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയത് 6/10 ആണ്. 2ന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയത് 1/10 ആണ്. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്. ജോയിന്റ് PMF എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു. അതുപോലെ മാർജിനൽ PMF ഓഫ് എക്സ് ആൻഡ് വൈയും ടേബിൾ ആക്കി എങ്ങനെ എഴുതാമെന്ന് നമ്മൾ കണ്ടു. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.